ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടും കടലക്കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറെടുത്ത് അതിലേക്ക് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട കടല അതിലേക്ക് ഇട്ടതിന് ശേഷം അത് വെള്ളം ഒഴിച്ചിട്ട് 4 വിസിൽ വേവാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ചട്ടി എടുത്ത് അതിലേക്ക് അരമുറി നാളികേരം ചിരകിയത്, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകം എന്നിവ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്ത് അതൊരു ജാറിലേക്ക് മാറ്റി അത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ട് അവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 സവാള അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എന്നിവ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച കടല അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ മസാല ഇടുക. അപ്പോൾ അവിടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മുടെ ഈ പുട്ടും കുറ്റി എടുത്ത് അതിലേക്ക് കുറച്ച് നാളികേരവും ഈ മാവും അതിലേക്ക് ഇട്ടിട്ട് ഒരു കുക്കറിൽ വെള്ളം വെച്ച് ഈ കുക്കറിൻ്റെ മുകളിൽ ഈ പുട്ടും കുറ്റി വെച്ചതിന് ശേഷം അത് നന്നായിട്ട് ആവി കയറ്റുക. ആവി കയറ്റി വന്നാൽ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് എന്നിട്ട് പാത്രത്തിലേക്ക് കൊട്ടുക. അപ്പോൾ നമ്മുടെ ചിരട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടും കടലക്കറിയും ഇവിടെ റെഡിയായി.